നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വിതരണം ചെയ്യില്ലെന്ന സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് സമര പരമ്പരകൾ തുടങ്ങാനുള്ള CPM നീക്കം പാളി. CPM സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രീകൃത സമരം വേണ്ടെന്നാണ് തീരുമാനം. അങ്ങനെ ചെയ്താൽ CPM ഭരിച്ച 10 കൊല്ലത്തെ സഹകരണ ബാങ്ക് അഴിമതികൾ ഒന്നൊന്നായി സതീശൻ സർക്കാർ വലിച്ചു പുറത്തിട്ട് നാറ്റിക്കുമെന്നാണ് പാർട്ടിയുടെ സംശയം. അതിനാൽ തൽക്കാലം പ്രസ്താവനകളിൽ ഒതുക്കും. സഹകരണ സ്ഥാപനങ്ങൾ എന്ന CPM ചങ്കിനെ തൊട്ടിട്ടും പ്രതിരോധിക്കാൻ കഴിയാത്തതിന് കാരണം കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ അഴിമതികളാണെന്ന് സഖാക്കൾക്ക് നന്നായി അറിയാം. പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസമാണ്. പെൻഷൻ വിതരണം ദേശസാൽകൃത ബാങ്കുകൾ മുഖേനയാക്കാനാണ് സർക്കാർ തീരുമാനം. കിടപ്പ് രോഗികൾക്കും ഒഴിവാക്കാനാകാത്ത ഗുണഭോക്താക്കൾക്കും മാത്രമായിരിക്കും ഇനി നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുക. പല സൊസൈറ്റികളും തിരിച്ചടവ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. കൂടാതെ സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവ് ഇനത്തിലുള്ള ചിലവിനെ കുറിച്ചും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ കത്തും പരിശോധിച്ച ശേഷമാണ് സർക്കാർ ഉത്തരവ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ വിതരണം ഏതാണ്ട് പൂർണ്ണമായും സഹകരണ സ്ഥാപനങ്ങൾ വഴിയായിരുന്നു. സഹകരണ സംഘങ്ങളിലെ കളക്ഷൻ ഏജന്റുമാരാണ് പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. ഈ രീതിക്കാണ് ഇപ്പോൾ UDF സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നത്. കളക്ഷൻ ഏജന്റ് എന്നാൽ DYFI എന്ന അർത്ഥം. ഇവർ വഴിയാണ് CPM വോട്ട് പിടിച്ചിരുന്നത്. കിടപ്പ് രോഗികൾക്കൊഴികെ സാമൂഹ്യ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നത് നിർത്തലാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തി. രാജ്യത്തിന് മാതൃകയായ പെൻഷൻ പദ്ധതി വിതരണം സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സഹകരണ സംഘങ്ങൾ വഴിയുള്ള വീട്ടുപടിക്കലെ പെൻഷൻ വിതരണം നിർത്തലാക്കാനുള്ള ഈ നീക്കം പതിയെ പെൻഷൻ പദ്ധതി തന്നെ അവസാനിപ്പിക്കാനുള്ള UDF അജണ്ടയുടെ ആദ്യ പടിയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇതാണ്: രാജ്യത്തിന് മാതൃകയായ കേരളത്തിലെ സാമൂഹ്യ പെൻഷൻ വിതരണം സംവിധാനം അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല. പാവപ്പെട്ടവരുടെ കൈകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ജനകീയമായ പെൻഷൻ വിതരണ പദ്ധതിയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ തകിടം മറിക്കാൻ ഒരുങ്ങുന്നത്. 10 വർഷക്കാലമായി DBT സ്വയം തിരഞ്ഞെടുത്തവരൊഴികെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിലെ പകുതിയോളം പേർക്കും ബാങ്കുകൾ കയറി ഇറങ്ങാതെ തങ്ങളുടെ വീട്ടുപടിക്കൽ പെൻഷൻ തുക ലഭ്യമായിരുന്നു. ആ സിസ്റ്റമാണ് UDF സർക്കാർ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വാസ്തവം ഇതല്ല. നേരിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം ഒഴിവാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകി. സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയതിലാണ് സർക്കാർ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിതരണം ചെയ്യാത്ത തുക തിരിച്ചടയ്ക്കുന്നതിലുണ്ടാകുന്ന കാലതാമസവും അർഹതയില്ലാത്തവർ ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർ എന്നിവരെ ഒഴിവാക്കാനുമാണ് നടപടിയെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. കേന്ദ്ര സഹായം നഷ്ടപ്പെടുമെന്ന് ഒഴിവാക്കാനാണ് ബാങ്ക് വഴി വിതരണമെന്നും വിശദീകരണത്തിൽ ഉൾപ്പെടുന്നു. നിലവിൽ സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിലെത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയാണുള്ളത്. വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുകകൾ സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലുകളിൽ പൊരുത്തക്കേടുകൾ, അർഹതയില്ലാത്തവർക്കോ ഒരേ വ്യക്തിക്കോ ഒന്നിലധികം തവണയോ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കേന്ദ്ര സർക്കാരിന്റെ DBT നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തത് മൂലം കേന്ദ്ര ധനസഹായമടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനായിരുന്നു നടപടി എന്നായിരുന്നു കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയുള്ള വിശദീകരണം. കേരളത്തിന്റെ CPM കള്ളക്കളി പൊളിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന്റെ വിജയമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. കേരളത്തിലെ പ്രാദേശിക സമ്പദ്ഘടനയുടെ ഏറ്റവും ശക്തമായ കണ്ണിയായ സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ആശങ്കയേറിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം സംസ്ഥാന വിഷയമായ സഹകരണ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത് 2021 ജൂലൈ 6-ന് അമിത്ഷായുടെ കീഴിൽ കേന്ദ്ര സഹകരണ വകുപ്പ് രൂപീകരിക്കുകയും പുതിയ ദേശീയ സഹകരണ നയം രൂപീകരിക്കാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തതോടെയാണ്. മൊത്തം GDPയിൽ സഹകരണ മേഖലയിൽ നിന്നുള്ള ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ ഈ മേഖലയെ പുനഃസംഘടിപ്പിക്കുകയാണ് ദേശീയ നയത്തിന്റെ ലക്ഷ്യമായി പറഞ്ഞത്. കേന്ദ്രം കൊണ്ടുവന്ന മൾട്ടി സ്റ്റേറ്റ്
സഹകരണ നിയമ ഭേദഗതി അതിൽ ഒടുവിലത്തേതാണ്. 2022-ലാണ് BJP സർക്കാർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് നിയമം ഭേദഗതി ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നതിന് അനുമതി നൽകിയത് സംസ്ഥാന സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളിൽ ലയിക്കാം. ഭരണസമിതി തീരുമാനം അനുസരിച്ചും പൊതുയോഗത്തിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചും ഏത് സഹകരണ സംഘത്തെയും മൾട്ടി സ്റ്റേറ്റ് സംഘമാക്കി മാറ്റാം. ഇതുവരെയുള്ള നിയമം അനുസരിച്ച് ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിക്ക് മാത്രമേ മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയിൽ ലയിക്കാനാകുമായിരുന്നുള്ളൂ. അതായത് സംസ്ഥാന സഹകരണ രജിസ്ട്രാർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളെ പോലും മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളാക്കി മാറ്റാവുന്ന വ്യവസ്ഥകളാണ് കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 33 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ കേരളം പ്രവർത്തന പരിധിയായി മറ്റു സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 65 സഹകരണ സംഘങ്ങളും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ രജിസ്ട്രേഷനുകൾ വരുന്നുമുണ്ട്. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സൊസൈറ്റികളാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ. ഇവ കേന്ദ്ര സഹകരണ രജിസ്ട്രാർക്ക് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ 16,256 സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 2.5 ലക്ഷം കോടിയുടെ നിക്ഷേപവും 1.86 ലക്ഷം കോടിയുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗുമാണുള്ളത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ മാത്രം 80,000 കോടി രൂപ നിക്ഷേപവും 71,000 കോടി രൂപയുടെ വായ്പയുമുണ്ട്. ഗ്രാമീണ മേഖലയിൽ ജനസംഖ്യയിലെ 60% ഏതെങ്കിലും പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളുമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ജനകീയ പങ്കാളിത്തവും അടിസ്ഥാനതല വികസനത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ 75% നിയന്ത്രിക്കുന്നത് CPM ആണ്. ഇടതുപക്ഷത്തിന്റെ സംഘടനാപരവും ഭരണപരവുമായ രാഷ്ട്രീയ വിനിമയങ്ങളിൽ സഹകരണ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതിനാൽ കേന്ദ്രത്തിന്റെ കടന്നുകയറ്റത്തെ ശക്തമായി പ്രതിരോധിക്കുന്നത് CPM-ഉം LDF സർക്കാരുമായിരുന്നു. എന്നാൽ കേരളം ഒന്നായി ഏറ്റെടുക്കേണ്ടിയിരുന്ന ഈ പ്രതിരോധത്തെ ദുർബലമാക്കുകയാണ് CPM തന്നെ പ്രതിസ്ഥാനത്തുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള. കേന്ദ്ര സർക്കാരിനെ സഹകരണ മേഖലയിലുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒളി അജണ്ടകളെ കേരളത്തിൽ സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ വിശദീകരിക്കാനുള്ള കരുവന്നൂർ തട്ടിപ്പിലെ പങ്കാളിത്തത്തിലൂടെ കളഞ്ഞു കുളിക്കുകയാണ് CPM ചെയ്തത്. 2018 മുതൽ ഈ ക്രമക്കേടിന്റെ ഓരോ ഘട്ടത്തിലും അത് മൂടിവെക്കാനും കുറ്റവാളികളെ സംരക്ഷിക്കാനും നിരപരാധികളെ ബലിയാടാക്കാനും പാർട്ടി ജില്ലാ നേതൃത്വം നടത്തിയ വഴിവിട്ട നീക്കങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. നൂറ്റാണ്ട് പഴക്കമുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് പതിറ്റാണ്ടുകളായി CPM നിയന്ത്രണത്തിലാണ്. ബാങ്ക് ഭരണസമിതി ഭാരവാഹികളായ പ്രാദേശിക CPM നേതാക്കളും ജീവനക്കാരും ഉന്നത പാർട്ടി നേതാക്കളുടെ അറിവോടെ സാധാരണക്കാരായ പാർട്ടി അംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും പേരിൽ നടത്തിയ നഗ്നമായ കൊള്ളയെയും തിരിമറിയെയും സംസ്ഥാന സഹകരണ മേഖലയുടെ മുഖത്തേറ്റ കറുത്ത പാടെന്ന ആലങ്കാരികമായി പറഞ്ഞൊഴിയുന്നതല്ലാതെ ഒരു തരം ന്യായീകരണ യുക്തിയിലാണ് പാർട്ടി സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർ ഇപ്പോഴും. CPM-ന് സംഘടനാപരമായി തന്നെ പങ്കാളിത്തമുള്ള കൊള്ളയായതുകൊണ്ട് തന്നെ കേന്ദ്ര ഇടപെടൽ മുൻനിർത്തി പ്രതിരോധിക്കാനുള്ള പാർട്ടിയുടെയും സർക്കാരിന്റെയും ശ്രമങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു. പിണറായിയുടെയും CPM-ന്റെയും സഹകരണ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൂപ്പർ ചെക്ക് തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അത് തുടങ്ങിയ കാലത്ത് തന്നെ നിക്ഷേപകർ കബളിപ്പിക്കപ്പെടരുതെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചതാണ്. RBI നിയന്ത്രണമില്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയവരുടെ കോടികൾ തിരിച്ചു കിട്ടാതെ പോയിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡയറക്ടർ സതീഷ് മറാത്തയാണ് രംഗത്തെത്തിയത്. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങളിലല്ലാത്ത സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചവരുടെ 65,000 കോടി രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചു നൽകാത്തതെന്നും സതീഷ് മറാത്ത വ്യക്തമാക്കി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിസഭാ ഉപസമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാണ്. റിസർവ് ബാങ്ക് നിയന്ത്രണമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നാണ് നിക്ഷേപം തിരിച്ചു നൽകാത്തത്. അതിനാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മേലുള്ള റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നത് ഗുണകരമാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജന്മഭൂമിയുടെ നേതൃത്വത്തിൽ ബാങ്കിംഗ് വ്യവസായ വാണിജ്യ രംഗത്തുള്ളവരുമായി നടത്തിയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു സതീഷ് മറാത്തെ. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ അധികാരമില്ല. കാരണം ബാങ്ക് എന്ന പേര് കൊണ്ട് തെറ്റിദ്ധരിച്ച് നിക്ഷേപകർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അത് തടയാനാണ് ഈ തീരുമാനം. സഹകരണ ബാങ്കുകളിലും മറ്റും നിക്ഷേപം നടത്തുന്നവർ ആ ബാങ്കുകളുടെ വാർഷിക റിപ്പോർട്ടുകൾ വായിച്ച് മനസ്സിലാക്കി ബാങ്കിന്റെ വിശ്വാസ്യതയും ഭാവിയും ഉറപ്പാക്കണം.
രാജ്യത്ത് 300 അറബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് RBI C റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. CD റേറ്റിംഗ് ഉള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കരുത്, മറാത്തെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ CPMന്റെ അഭിമാന സ്ഥാപനമായ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചാൽ അത് നഷ്ടപ്പെടുമെന്നാണ് RBI ഡയറക്ടർ പറഞ്ഞത്. രാജ്യത്ത് അറബൻ സഹകരണ ബാങ്കുകൾ RBI നിയന്ത്രണത്തിലെത്തിയത് 2020-ലാണ്. ഇത് സംബന്ധിച്ച് ഓർഡിനൻസിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുകയായിരുന്നു. അറബൻ സഹകരണ ബാങ്കുകളും മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കുകളും RBI നിയമങ്ങൾക്ക് വിധേയമാക്കുന്ന ഓർഡിനൻസിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പ്രധാനമായും അറബൻ സഹകരണ ബാങ്കുകളെയാണ് ഓർഡിനൻസ് ബാധിക്കുക. ഇതുവഴി 1482 അറബൻ സഹകരണ ബാങ്കുകൾ, 58 മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കുകൾ എന്നിവ റിസർവ് ബാങ്കിന്റെ കീഴിലാകും. നേരത്തെ ഇതിന് സമാനമായ ബാങ്കിംഗ് റെഗുലേഷൻ ബിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും സഭാ സമ്മേളനം കോവിഡ് വ്യാപനം മൂലം വെട്ടിച്ചുരുക്കിയതിനാൽ അത് പാസാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഓർഡിനൻസ് കൊണ്ടുവന്നത്. സഹകരണ ബാങ്കുകളിൽ 8.6 കോടി ആളുകൾക്ക് 4.84 ലക്ഷം കോടിയുടെ നിക്ഷേപമാണുള്ളത്. നിയന്ത്രണാധികാരം പൂർണ്ണമായി റിസർവ് ബാങ്കിലേക്ക് പോകും. ഇതോടെ മറ്റു ഷെഡ്യൂൾഡ് ബാങ്കുകളെ പോലെ സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്ക് നിയമങ്ങൾക്ക് വിധേയമാകും. കിട്ടാക്കടം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നേരിട്ട് റിസർവ് ബാങ്ക് പരിശോധിക്കും. സമീപകാലത്തായി ചില സംസ്ഥാനങ്ങളിൽ സഹകരണ ബാങ്കുകൾ ഉണ്ടായ തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം കർശനമാക്കുന്നത്. ഇത് എന്തായാലും C റേറ്റിംഗ് ആണ് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്നത്. CD റേറ്റിംഗ് ഉള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കരുതെന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ രാജ്യത്തെ ആദ്യത്തെ കേന്ദ്ര സഹകരണ മന്ത്രിയായതോടെ ഇടതുമുന്നണി പരിഭ്രാന്തിയോടെ ഓട്ടം തുടങ്ങിയിരുന്നു. തങ്ങളുടെ കൈപ്പിടിയിലുള്ള സഹകരണ ബാങ്കുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഇടതുമുന്നണികൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ പൂർത്തിയായി. അമിത്ഷാ ആയിരുന്നു ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളെ കോൺഗ്രസിൽ നിന്നും അടർത്തി BJPയുടെ പിടിയിലാക്കിയത്. CPMന് ആധിപത്യമുള്ള സംസ്ഥാന സഹകരണ മേഖലയിലേക്ക് സംഘികൾ നുഴഞ്ഞു കയറുമെന്നാണ് CPMന്റെ പേടി. കേന്ദ്ര സർക്കാർ പരീക്ഷിക്കാൻ പോകുന്ന നിധി ബാങ്കുകൾ സഹകരണ മേഖലയിലേക്കുള്ള BJP കടന്നുകയറ്റമാണെന്ന് CPM വിശ്വസിക്കുന്നു. പാർട്ടി അംഗങ്ങളും അനുഭാവികളും നിധിയിൽ അംഗത്വം എടുക്കരുതെന്ന കർശന നിർദ്ദേശം CPM കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരുന്നു. സഹകരണം സംസ്ഥാന വിഷയമാണ്, എന്നാൽ കേന്ദ്രത്തിന് ഇടപെടാൻ ധാരാളം സാധ്യതകളുണ്ട്. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ, നിധി കമ്പനികൾ എന്നിവയെല്ലാം കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിൽ വരുന്നതാണ്. സഹകരണ സംഘങ്ങൾക്ക് സ്വാശ്രയ ഗ്രൂപ്പുകൾ, കാർഷിക ഉൽപാദന കമ്പനികൾ, സംരംഭങ്ങൾ എന്നിവ തുടങ്ങാം. ഇതിന് നബാർഡ്, NCDC, NAFED തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ സഹായം നൽകുന്നുണ്ട്. ഇതിലൊരു അപകടമുണ്ട്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്ക് വഴിയാണ് ഇപ്പോൾ സഹായം ലഭ്യമാകുന്നത്. കേന്ദ്ര സർക്കാരിൽ രജിസ്റ്റർ ചെയ്യുന്ന സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്കിനെ ഒഴിവാക്കി കേന്ദ്ര ഏജൻസികളുടെ സഹായം നേരിട്ട് ലഭിക്കും. കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ഗുജറാത്തിൽ അമിത്ഷാ കൊണ്ടുവന്ന സഹകരണ രാഷ്ട്രീയ പരീക്ഷണമാണ് ഇത്. സഹകാരികളെ കൂടെ നിർത്തിയും പുതിയ അംഗങ്ങളെ ചേർത്ത് സംഘങ്ങളിൽ ഭരണം നേടിയും അവർ ഗുജറാത്തിലെ ഭരണം പിടിച്ചെടുത്തു. സഹകരണ സംഘങ്ങളുടെ സേവനവും സ്വാധീനവും മറയാക്കി ഒരു മണ്ഡലത്തിൽ 10,000 വോട്ട് വരെ മറിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഗുജറാത്തിലെ ഭൂരിപക്ഷം സഹകരണ സംഘങ്ങളും ഇപ്പോൾ BJP നിയന്ത്രണത്തിലാണ്. ബാങ്ക് എന്ന വിശേഷണം ഇനി സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല. ഡെപ്പോസിറ്റുകൾ വോട്ട് അവകാശമുള്ള A ക്ലാസ് അംഗങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാനാവൂ. അല്ലാതെ 60,000 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കേണ്ടി വരും. ചെക്ക് പാടില്ല, വിഡ്രോവൽ സ്ലിപ്പേ പാടുള്ളൂ. പുതിയ ബാങ്കിംഗ് റെഗുലേഷന്റെ പശ്ചാത്തലത്തിൽ ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഇവ നടപ്പാക്കാനാകും. CPMന്റെ കള്ളപ്പണ റിസർവ് ബാങ്കാണ് സഹകരണ ബാങ്കുകൾ. കോടിക്കണക്കിന് രൂപയാണ് പാർട്ടിയുടേതായും പാർട്ടി നേതാക്കളുടേതായും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ കേന്ദ്ര സർക്കാരോ അതിന്റെ ഏജൻസികളോ എത്തിയാൽ CPMന്റെ പല നേതാക്കളും അവരുടെ ബന്ധുക്കളും അകത്താകും. ഏതായാലും പിണറായിയുടെ സഹകരണ ബാങ്കുകളെ പൊളിക്കാൻ തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിച്ചിരിക്കുന്നത്. വാസവൻ പിണറായിയുടെ വിശ്വസ്തനാണ്. അതിനാലാണ് അദ്ദേഹത്തെ സഹകരണ മന്ത്രിയാക്കിയത്. സഹകരണ ബാങ്കുകളിലെ അഴിമതിയിൽ കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയത് കേരളത്തിലെ CPM ഹുഡായിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. കരുവന്നൂർ വേഗത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിന് സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് കരുവന്നൂരിലും സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ചതിക്കുഴിയിൽ പെടരുതെന്ന് റിസർവ് ബാങ്ക് ഉപദേശിച്ചത്. എന്നാൽ മലയാളികൾ ആവർത്തിച്ച് ചതിക്കുഴിയിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. സഹകരണ ബാങ്കുകളിലെ പണം CPM നേതാക്കൾ കയ്യേറുന്നതാണ് നിക്ഷേപകർ കബളിപ്പിക്കപ്പെടാനുള്ള പ്രധാന കാരണം. തിരുവനന്തപുരത്ത് CPM നിയന്ത്രണത്തിലുള്ള നിയമം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കോടികളാണ് നഷ്ടമായത്. ഇതും റിസർവ് ബാങ്ക് C റേറ്റിംഗിലുള്ള ബാങ്കാണ്. സഖാക്കൾ തന്നെയാണ് ഇവിടെ നിന്നും പണം കൊണ്ടുപോയത്. ചുരുക്കത്തിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ സഖാക്കളെ കോടിപതികളാക്കുന്നു. ഏതായാലും UDF സർക്കാർ സഹകരണ CPMനെ പൊളിക്കും. പെൻഷൻ പദ്ധതി ഒഴിവാക്കുന്നതിലൂടെ CPMന് കോടികളാണ് നഷ്ടമായത്. ഇതിനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് സൂചന.